തെക്കൻ കേരളത്തിലെ കടലും കായലും സംഗമിക്കുന്ന രാഷ്ട്രീയ ഭൂമിയാണ് ചിറയൻകീഴ്. CPI നേതാവ് അഡ്വക്കേറ്റ് വി ശശിയാണ് മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. ചിറയൻകീഴിലെ ചെറുതും വലുതുമായ നിരവധി വികസന പദ്ധതികളുടെ വിശേഷങ്ങളുമായി നവകേരളം നവമുന്നേറ്റം. തെക്കൻ കേരളത്തിലെ കടലും കായലും സംഗമിക്കുന്ന രാഷ്ട്രീയ ഭൂമിയാണ് ചിറയൻകീഴ്. CPM നേതാവ് അഡ്വക്കേറ്റ് വി ശശിയാണ് മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി പദ്ധതികൾക്കാണ് ചിറയൻകീഴ് സാക്ഷിയാകുന്നത്. ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിലൂടെ 949 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെയായി നടപ്പാക്കി വരുന്നത്. ഇതിൽ ഏതാണ്ട് പൂർണ്ണമായും പല പദ്ധതികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റ് പദ്ധതികൾ വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കും. ഇത് ആരോഗ്യ മേഖലയിൽ കുടിവെള്ള പദ്ധതികൾ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പൊതുഗതാഗതം, അതുപോലെ തന്നെ തീരദേശ ജലപാത, തീരദേശ ഹൈവേ, അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടത്, സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, സയൻസ് പാർക്കിൻ്റെ വികസനം, അതുപോലെ റെയിൽവേ ഓവർബ്രിഡ്ജ് തുടങ്ങിയ പദ്ധതികളാണ് കിഫ്ബി പ്രോജക്റ്റിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. ിലധികം പദ്ധതികൾ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയാണ് ചിറയൻകീഴ് വേറിട്ട വികസന മാതൃകയാകുന്നത്. മണ്ഡലത്തിലെ സ്വപ്ന പദ്ധതികളടക്കം വികസനത്തേരിലേറി യാത്ര തുടരുകയാണ്. ആരോഗ്യ മേഖലയിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ വികസനമാണ്. അതിന് 73 കോടി രൂപയുടെ പ്രോജക്റ്റാണ് നടപ്പാക്കി വരുന്നത്. അത് ഈ വരുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായിട്ടുണ്ട്, പുരോഗമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കുടിവെള്ള പദ്ധതികൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്നു. ഒന്ന് ചിറയൻകീഴ് കുടിവെള്ള പദ്ധതി, അത് ഏതാണ്ട് 20 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചു. അതിൻ്റെ പദ്ധതി നടത്തിപ്പ് ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി 40 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിച്ചു. അതിൻ്റെ നടപടികൾ മുന്നോട്ട് പുരോഗമിക്കുകയാണ്. കൂടാതെ ഒരു ഫിഷറീസ് മാർക്കറ്റ് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. മുതലപ്പുഴി ഹാർബറിൻ്റെ തീരദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടി 26 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിച്ചു. അതിൻ്റെ നടപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. $750 കോടി രൂപയുടെ വികസന പദ്ധതികൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിന്റെ തന്നെ അഭിമാന പദ്ധതികളിലൊന്നായ തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ മറ്റൊരു പ്രവർത്തന മേഖലയിലേക്ക് കടക്കുകയാണ്. കായ്ക്കര പാലത്തിൻ്റെ നിർമ്മാണം ലാൻഡ് അക്വിസിഷൻ നടപടി പൂർത്തിയാക്കി പാലത്തിൻ്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതാണ്. അതിനായി ഏതാണ്ട് 33 കോടി രൂപ അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ജീവിരാജ സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്ന സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 56 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ആലങ്കോട് നിന്ന് മീരാങ്കട വരെയുള്ള ഒരു ദീർഘദൂര നീളത്തിലുള്ള ഒരു റോഡിൻ്റെ ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവുന്നു. 46 കോടി രൂപയാണ് അതിന് വേണ്ടി വിനിയോഗിക്കുന്നത്.
പിന്നെ ഏറ്റവും വലിയ ഒരു വികസന പ്രവർത്തനം നിയോജകമണ്ഡലം നടക്കുന്നത് തോന്നയ്ക്കൽ കേന്ദ്രീകരിച്ചുള്ള ബയോ സയൻസ് പാർക്കിൻ്റെ വികസനമാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി 301 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനം, അടിസ്ഥാന സൗകര്യം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന യാത്രാമാർഗമെന്ന നിലയിൽ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ജനതയും ആശ്രയിക്കുന്ന പ്രധാന സ്റ്റേഷനാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനെയും ചിറയൻകീഴ് ടൗണിനെയും ബന്ധിപ്പിക്കുന്ന റോഡിൽ മേൽപ്പാലമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. റെയിൽവേ ഓവർബ്രിഡ്ജിനായി 25.08 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഈ റെയിൽവേ ഓവർബ്രിഡ്ജൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോജക്റ്റാണ്. അത് കിബി എന്ന് പറയുന്ന ഈ പദ്ധതി സംവിധാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതിപ്പോൾ യാഥാർത്ഥ്യമാക്കി അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ആശുപത്രിയുടെ വികസന രംഗത്തായാലും ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ചിരകാലം ആഗ്രഹിച്ച സ്വപ്നങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. തീർച്ചയായും കിബി പദ്ധതികൾ കൊണ്ട് നാടിനും നാട്ടാർക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്ന വലിയ ഒരു ആശയം യാഥാർത്ഥ്യമാക്കി തീർത്തു കിബി പ്രോജക്റ്റുകളിലൂടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് 25 വർഷം ഈ ആശയ രൂപീകരണത്തിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പാക്കി തുടങ്ങിയത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിലാണ് ഈ പദ്ധതികളെല്ലാം നമ്മൾ രൂപം നൽകി നടപ്പാക്കി തുടങ്ങിയത്. ചിറയൻകീഴിന്റെ ആരോഗ്യ മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് നിർമ്മിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഈ ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി 50.77 കോടി രൂപയും ഉപകരണങ്ങൾക്കായി 22.34 കോടി രൂപയും ചെലവഴിച്ചു. കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ആരോഗ്യ മേഖലയിലും റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും സ്പോർട്സിൻ്റെ കാര്യത്തിലായാലും ഗതാഗത രംഗത്തും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട രംഗത്തുമൊക്കെ ഇത് ഈ രീതിയിൽ ഒരുപാട് പുരോഗതികൾ കൈവരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് നടപ്പാക്കിയിട്ടുള്ളത്. അത് ഈ വരുന്ന ജനുവരി മാസത്തോടുകൂടി ഈ പറയുന്ന എല്ലാ പ്രോജക്റ്റുകളും ഏറെക്കുറെ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു സമഗ്ര വികസനം, ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള വലിയൊരു വികസനമാണ് കിഡ്ബി പദ്ധതിയിലൂടെ നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പ്രത്യക്ഷത്തിൽ ജനങ്ങളിടയിൽ വലിയ മതിപ്പുളവാക്കിയിട്ടുള്ള പദ്ധതികളാണ് ഇവയെല്ലാം. ഇത് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികളാണ്. വർഷക്കാലം കാത്തിരിക്കുന്ന പല പദ്ധതികളും നടപ്പാക്കാൻ സാധിച്ചത് ഈ കിഡ്ബി പദ്ധതിയിലൂടെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്തായ കാര്യം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റമാണ് ഈ കിഡ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് എൻ്റെ നിയോജകമണ്ഡലത്തിലെ മിക്കവാറും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളും വലിയ നിലയിൽ ഹൈടെക് നിലവാരത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂള്, ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ അഴൂർ
പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഴൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് തുടങ്ങിയ എൻ്റെ മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് കിഡ്ബിയിൽ നിന്ന്. ചിറയൻകീഴ് 5 തെങ്ങ് പ്രദേശങ്ങളിലെ കടലാക്രമണ ഭീഷണിക്ക് തടയിടുന്നതിനായി പുലിമുട്ട് നിർമ്മിക്കുന്നു. 18.31 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ നിർമ്മാണത്തിന് ചെലവ്. മുതലപ്പുഴി ഹാർബറിനെ ആലങ്കോടുമായി ബന്ധിപ്പിക്കുന്ന മുതലപ്പുഴി റോഡ് 44.64 കോടി ചെലവഴിച്ചാണ് നിർമ്മാണം ആരംഭിച്ചത്. ശുദ്ധജല വിതരണ പദ്ധതിയുടെ നടത്തിപ്പിനായി 18.28 കോടി രൂപയും അനുവദിച്ചു. തീരദേശം ഹൈവേ നിർമ്മാണത്തിനും മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനുമായി 80 കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. മംഗലപുരം പഞ്ചായത്തിലെ GV രാജ സെന്റർ ഫോർ എക്സലൻസിനായി 56.19 കോടി രൂപ പദ്ധതിയുടെ നടത്തിപ്പ് ക്രമം ആരംഭിച്ചു. ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. കിഡ്ബി എന്ന് പറയുന്ന ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പാക്കി തുടങ്ങിയിട്ട് ഈ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഈ പദ്ധതി കൊണ്ട് ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 17 പ്രോജക്റ്റുകൾ, ബൃഹത്തായ പ്രോജക്റ്റുകൾ നടപ്പാക്കി എന്നുള്ളതാണ്. അത് വിവിധ മേഖലകൾ, കുടിവെള്ളമായാലും വികസനവുമായി ബന്ധപ്പെട്ടുള്ള സകല മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ്. കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വിദ്യാഭ്യാസം അതും അതുപോലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ആരോഗ്യം അതും പ്രധാനപ്പെട്ട മേഖലയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, റോഡുകളായാലും പാലങ്ങളായാലും റെയിൽവേ ഓവർബ്രിഡ്ജുകളായാലും ഗതാഗതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അതും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ സർവസ്പർശിയായ വികസനവുമായി ബന്ധപ്പെട്ട മേഖലയൊക്കെ സ്പർശിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് രൂപം നൽകിയ കിഡ്ബിയിലൂടെ ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിന് ആക്കിത്തീർക്കാൻ സാധിച്ചത്. അത് ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഈ പരിപാടി, ഈ കിഡ്ബി എന്ന് പറയുന്ന പ്രോജക്റ്റ് 25 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്രയും കാര്യങ്ങൾ ഈ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഗവൺമെൻറ്റിനും ഈ 25 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. വീണ്ടും ഈ പദ്ധതിയുടെ കീഴിൽ വരുന്ന നാളുകളിൽ കൂടുതൽ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകൾ ഓർമ്മപ്പെടുത്തുന്ന 5 തെങ്ങ് കോട്ടയം കുമാരനാശാൻ മുന്നോട്ടുവച്ച സാമൂഹ്യ മുന്നേറ്റത്തിന്റെ സ്മരണികയായ ആശാൻ സ്മാരകവും നിലകൊള്ളുന്ന മണ്ണാണ് ചിറയൻകീഴ്. ഒപ്പം മലയാളത്തിന്റെ നിത്യഹരിത സിനിമാ സ്വപ്നങ്ങൾക്ക് നെടുനായകത്വം വഹിച്ച അനശ്വര നടൻ പ്രേം നസീറിന്റെയും ഭൂതകാലത്തിന്റെ തെളിനീർ സ്മൃതികളെ വർത്തമാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കൊപ്പം നയിച്ച് അത്ഭുതം സൃഷ്ടിക്കുകയാണ് ചിറയൻകീഴ്. ഭൂതകാലത്തിന്റെ തെളിനീർ സ്മൃതികളെ വർത്തമാനകാലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കൊപ്പം നയിച്ച് അത്ഭുതം സൃഷ്ടിക്കുകയാണ് ചിറയൻകീഴ്. രണ്ടാം പിണറായി സർക്കാരിന് കീഴിൽ സമഗ്ര മുന്നേറ്റത്തിന്റെ പൊതുചരിത്രം രേഖപ്പെടുത്തുകയാണ് വാമനപുരം നിയോജകമണ്ഡലം. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയും പദ്ധതികളുടെ എണ്ണവും കൊണ്ട് ഈ മണ്ഡലം വേറിട്ട് നിൽക്കുന്നു. അഡ്വക്കേറ്റ് DK മുരളിയാണ് മണ്ഡലത്തിന്റെ ജനനായകൻ. വാമനപുരത്തിന്റെ വികസന നേട്ടങ്ങളുമായി നവകേരളം നവമുന്നേറ്റം.
രണ്ടാം പിണറായി സർക്കാരിന്റെ കീഴിൽ സമഗ്ര മുന്നേറ്റത്തിന്റെ പുതുചിത്രം രേഖപ്പെടുത്തുകയാണ് വാമനപുരം നിയോജക മണ്ഡലം. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയും പദ്ധതികളുടെ എണ്ണവും കൊണ്ട് ഈ മണ്ഡലം വേറിട്ടു നിൽക്കുകയാണ്. അഡ്വക്കേറ്റ് DK മുരളിയാണ് മണ്ഡലത്തിന്റെ ജനനായകൻ. കേരളത്തിലെ പശ്ചാത്തല വികസന രംഗത്ത് വൻപിച്ച നേട്ടങ്ങൾ സൃഷ്ടിച്ച കിഫ്ബി എന്ന സാമ്പത്തിക സംവിധാനത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നതിൽ സന്തോഷവും അഭിമാനമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ളതും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ളതുമായ പദ്ധതികളാണ് മണ്ഡലത്തിൽ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയത്. അടുത്ത 25 വർഷത്തേക്കുള്ള സുസ്ഥിര വികസന സങ്കല്പങ്ങൾക്കാണ് ഈ മണ്ഡലത്തിൽ ജീവൻ വെച്ചത്. മലയോര മേഖലയും ചെറുകിട വനമേഖലയും ചെറുപട്ടണങ്ങളും വാമനപുരം നദിയുമൊക്കെ ചേർന്ന സമ്പന്ന ഭൂമിയാണ് വാമനപുരത്തിന്റേത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വികസന രേഖ തയ്യാറാക്കിയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ ഒരു പ്രദേശം സഹ്യന്റെ തലോടലിനാൽ സമ്പന്നമാണ്. ആ പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിൽ റോഡ് നിർമ്മാണത്തിന് പ്രത്യേക ഊന്നൽ നൽകി. പാലോട് ബ്രൈമൂർ റോഡ് വികസനത്തിന് 49.69 കോടി രൂപയാണ് ചെലവഴിച്ചത്. വാമനപുരം ചിറ്റാർ റോഡ് രണ്ടാം ഘട്ടം നടപ്പിലാക്കിയത് 31.09 കോടി രൂപ ചെലവഴിച്ചാണ്. മുതുവിള ചെല്ലഞ്ചി കുടവനാട് നന്ദിയോട് റോഡ് 32 കോടി രൂപ മുതൽ മുടക്കി നവീകരിച്ചു. MC റോഡിലെ ഗതാഗത കുരുക്കാണ് മണ്ഡലം നേരിടുന്ന വലിയ പ്രശ്നം. വെഞ്ഞാറമൂട് ടൗണിലെ കുരുക്കിന് പരിഹാരമായി 31.77 കോടി രൂപയുടെ റിംഗ് റോഡും 25 കോടി രൂപയുടെ മേൽപ്പാലവും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിച്ചു. 2016 പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം ശാക്തീകരിച്ച കിഫ്ബിയുടെ നേട്ടങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ദൃശ്യമാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളും മലയോര ഹൈവേ ഉൾപ്പെടെയും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കിഫ്ബി നൽകിയ സംഭാവന ഒരിക്കലും മറക്കാവുന്നതല്ല. പ്രധാനപ്പെട്ട സ്കൂളുകൾ നവീകരിച്ചതും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾക്ക് അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള പഠന സാഹചര്യം മറ്റൊരു പ്രധാന നേട്ടമാണ്. വെഞ്ഞാറമൂട് GHSSന് 5 കോടിയും കല്ലറ GHSSന് 3 കോടി രൂപയും അനുവദിച്ചു. മിതിർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഭരതന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, മിതിർമല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ, വെഞ്ഞാറമൂട് സർക്കാർ LPS എന്നിവയ്ക്ക് 3 കോടി രൂപ വീതം അനുവദിച്ച് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി. മണ്ഡലത്തിലെ വിവിധ പ്രൈമറി വിദ്യാലയങ്ങൾക്കായി 10 കോടി രൂപ വേറെയും അനുവദിച്ചു. കിഫ്ബിയുടെ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ ഇത്ര കണ്ട് നാടിന് മുന്നേറാനാകുമായിരുന്നില്ല. ഇനിയും 4ഓളം പദ്ധതികൾ കിഫ്ബിയുടെ വർക്കുകൾ എൻ്റെ മണ്ഡലത്തിൽ പെൻഡിംഗ് ആണ്. അതും ഈ ടെന്യൂറിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും തന്നെ. കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ് കിഫ്ബി സംവിധാനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ദുർബലപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുന്നത് നിർഭാഗ്യകരമാണ്. കുടിവെള്ള വിതരണത്തിനായും
പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന വികസനത്തിനായും നിരവധി പദ്ധതികൾ വാമനപുരം മണ്ഡലത്തിൽ നടപ്പിലാക്കി. കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഒരു വലിയ ജനത വസിക്കുന്ന മണ്ഡലമെന്ന നിലയിൽ ഈ മേഖലയിലും ഉൽപാദന വിൽപ്പന പദ്ധതികളും പൂർത്തിയാക്കി. കിഫ്ബിയിലൂടെ നാടിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോയാൽ, പശ്ചാത്തല മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായാൽ കേരളത്തിന് തന്നെ വലിയ കുതിപ്പ് സൃഷ്ടിക്കുന്നതാണ്. കിഫ്ബിയിലൂടെ വരുന്ന വായ്പകളെല്ലാം ദീർഘകാലം കൊണ്ട് തിരിച്ചടക്കേണ്ടതാണ്. അതെല്ലാം തന്നെ ബഡ്ജറ്റിൻ്റെ അകത്ത് കൊണ്ടുവന്ന് കടമെടുപ്പ് അവകാശത്തെ നിഷേധിക്കുന്ന ഒരു സമീപനം ഇപ്പോൾ സ്വീകരിച്ചത് കേരളത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് മാത്രമേ കാണാനാവുകയുള്ളൂ. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കിഫ്ബിക്ക് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ നാടിനു വേണ്ടി ആശംസിക്കുന്നു. ഒരു പതിറ്റാണ്ടിലധികമായി തുടരുന്ന സുസ്ഥിര വികസന പദ്ധതിയുടെ വിജയത്തിന്റെ നേർക്കാഴ്ചയാണ് വാമനപുരം മണ്ഡലത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്നത്. വികസനത്തിന്റെ കൈപിടിച്ച് നടന്ന് പുതിയ വികായസുകൾ തൊട്ടറിയുകയാണ് ഈ നാട്.